മുൻപ് ഞാൻ ആമിർ ഖാന്റെ ധൂം 3 എന്ന സിനിമയെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആമിർ ഖാന്റെ തന്നെ ഫന എന്ന് പറയുന്ന സിനിമയെ പറ്റി ഒരു വീഡിയോ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ആ സിനിമ എത്ര പേർ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് പൊട്ടൻഷ്യലി അതിനേക്കാൾ പോപ്പുലറായ ധൂം 3യെ പറ്റി വീഡിയോ ചെയ്യുന്നു എന്ന്. എന്നാൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് കാര്യങ്ങൾ നേരെ തിരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ഫന എന്ന് പറയുന്ന പടം കണ്ട ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, പലരുടെയും ഇഷ്ട സിനിമ കൂടിയാണതെന്ന്. 2006 ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. അന്ന് ഈ സിനിമയുടെ പ്രധാന ഹൈപ്പുകളിൽ ഒന്ന് നായികയായ കാജോൾ 5-6 വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ മറ്റൊരു ഫാക്ടർ തീർച്ചയായും അതിലെ പാട്ടുകൾ തന്നെയായിരുന്നു. ഇതിലെ മേരെ ഹാത്ത് മേ എന്ന പാട്ട് ഒരുപാട് കാലം എന്റെ കോളർ ട്യൂണും റിംഗ് ടോണും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും രാത്രി വണ്ടിയൊക്കെ എടുത്തിറങ്ങുമ്പോൾ ആദ്യം പ്ലേ ചെയ്യുന്നത് ആ പാട്ട് തന്നെയായിരിക്കും. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനു മുൻപ് ഈ അടുത്ത കാലത്തായി ബോളിവുഡ് സിനിമ കണ്ടു തുടങ്ങിയ ആളുകൾക്ക് ഒരുപക്ഷെ ഈ പടത്തിലെ നായകനെയും നായകന്റെ കഥാപാത്രത്തെയും കഥ പോകുന്ന രീതിയെയും ഒന്നും ഒട്ടും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത് ബോളിവുഡിലെ ഒരു ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഫോർമുലയായിരുന്നു. അപ്പൊ ഞാൻ എന്തിനെ പറ്റിയാ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഹൃതിക് റോഷന്റെ ഫിസ, മിഷൻ കാശ്മീർ, സെയ്ഫ് അലി ഖാന്റെ കുർബാൻ, പിന്നെ ഫന, ഇവയൊക്കെ ഒരേ പാറ്റേണിൽ വരുന്ന സിനിമകളാണ്. കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലെ? അപ്പൊ ഇന്ന് കാലം മാറി, നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ മാറി, ഇതേ സംഗതി ഫിലിം മേക്കിങ്ങിനെയും ബാധിച്ചു. അതുകൊണ്ട് തന്നെ ബോളിവുഡ് ഇപ്പോൾ ഇതുപോലുള്ള പ്രൊട്ടാഗണിസ്റ്റുകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുമില്ല. കാര്യം ഇതിൽ നായകൻ അൾട്ടിമേറ്റ്ലി ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും പടത്തിലുടനീളം അയാളാണല്ലോ നായകൻ. ആമിർ ഖാനെ പോലെ ഒരു സ്റ്റാർ ആണല്ലോ ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. സോ ഇന്നായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ഈ സിനിമയൊക്കെ വൻ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നേനെ. എനിവേസ്, ഈ സിനിമയുടെ കഥാപശ്ചാത്തലം എന്താണ്, എങ്ങനെയാണെന്ന് യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഞാൻ എന്താണ് ഈ പിച്ചും പേയും പറയുന്നതെന്ന് തോന്നും. സോ നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എന്നിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കാണുക. അപ്പൊ കണക്ട് ആവും.